ശ്രീകുമാരൻ തമ്പി ഓർക്കുകയാണ്. ചലച്ചിത്ര സംഗീതത്തിന് നഷ്ടമാണ്. എന്നെപ്പോലുള്ള അനേകം കലാകാരന്മാരുടെ നഷ്ടമാണ്. എനിക്ക് 1966 മുതൽ 60 വർഷത്തെ ബന്ധം എനിക്കുള്ളത്. 60 വർഷത്തെ ബന്ധം. ഈ 60 വർഷം ഞങ്ങൾ പരസ്പരം എങ്ങനെയെങ്കിലുമൊക്കെ ബന്ധപ്പെടാതിരുന്നിട്ടില്ല. അപ്പോൾ ഈ 60 വർഷക്കാലത്തെ ബന്ധം നിസ്സാര കാര്യമല്ല. അപ്പോൾ അത് 66 ആദ്യം കാട്ടുമല്ലിക എന്ന എൻ്റെ ആദ്യ ചിത്രം. അന്ന് എനിക്ക് 26 വയസ്സ്, ജാനകിയമ്മയ്ക്ക് 28 വയസ്സ്. ആദ്യമായി എൻ്റെ പാട്ട് അവർ പാടുമ്പോൾ അപ്പോൾ അതിൽ താമരത്തോണിയിൽ താലോലമാടി താനേ തുഴഞ്ഞു വരും പെണ്ണ്, താരമ്പൻ അനുരാഗത്തങ്കത്തിൽ തീർത്തൊരു താരൻ്റെ കുടവല്ലേ നീ. ഈ പാട്ട് യേശുദാസും എസ് ജാനിയും കൂടെ പാടുകയാണ്. അതാണ് എൻ്റെ ആദ്യത്തെ ചലച്ചിത്ര ഗാനം. സാന്ദർഭികമായിട്ട് പറയട്ടെ, ഇപ്പോൾ ഈ ജൂൺ 9-ാം തീയതി എനിക്ക് 60 വർഷം കഴിഞ്ഞ സംഗീതരംഗത്ത് വന്നിട്ട് 60 വർഷം കഴിഞ്ഞു. ജാനകിയമ്മ എന്നെക്കാൾ സീനിയറാണ്. പ്രായം കൊണ്ട് എൻ്റെയൊക്കെ 2 വയസ്സ് മുപ്പേ ഉള്ളൂ. പക്ഷേ എന്നെക്കാൾ വളരെ സീനിയറാണ്. അവൾ വളരെ ചെറുപ്രായത്തിൽ വന്നു. ഞാൻ 26 വയസ്സിലാണ് വന്നത്. അവർ 10-17 വയസ്സിൽ തന്നെ വന്നു പാടാൻ. പിന്നെ ഒരു അത്ഭുതം, അവിശ്വസനീയമായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പലരും പറയും വെറുതെ പറയാം. അല്ല, ജാനകിയമ്മ സംഗീതമേ പഠിച്ചിട്ടില്ല, സരിഗമ പസലിസ പഠിച്ചിട്ടില്ല, വർണ്ണം പഠിച്ചിട്ടില്ല, കീർത്തനങ്ങൾ പഠിച്ചിട്ടില്ല. അവരുടെ ജന്മം കൊണ്ട് അവരൊരു സംഗീത അവതാരമാണ്. അതേ അവരെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരാൾ പാടിക്കൊടുത്താൽ സ്വരമേതെന്നറിയാതെ അങ്ങനെ ഉപ്പിയെടുത്ത് പാടാൻ ജാനകിയമ്മയ്ക്കുള്ള കഴിവ് മറ്റാർക്കും ഇല്ല. കാരണം സ്വരമൊന്നും എഴുതിയെടുക്കില്ല. സാധാരണ സുശീലമ്മ, മറ്റേ ലീല ചേച്ചിയൊക്കെ അല്ലെങ്കിൽ വാണിജ്യറൊക്കെ മ്യൂസിക് ഡയറക്ടർ പാട്ട് പാടിക്കൊടുക്കുമ്പോൾ ആ വരികളുടെ മേലെ സ്വരങ്ങൾ എഴുതിയെടുക്കും. രീഗ, പരി അങ്ങനെ എഴുതിയെടുക്കും. പക്ഷേ ജാനകിയമ്മയ്ക്ക് ആ സ്വരങ്ങൾ അറിഞ്ഞുകൂടാ, എഴുതിയെടുക്കത്തില്ല. അവർ ഈ പാട്ട് കേട്ടിട്ട് അങ്ങനെ വളരെ പെട്ടെന്ന് പഠിച്ച് അതിമനോഹരമായിട്ട് പാടും. അത് അവർക്ക് മാത്രമുള്ളൊരു സിദ്ധിയാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല, ഒരു സംഗീത ദേവതയുടെ അവതാരം എന്ന് തന്നെ പറയണം. അവർ സംഗീതമായിരുന്നു. പിന്നെ സംഗീത ദേവതയ്ക്കാരും സംഗീതം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ പെരുമാറ്റം, ഹാർഡ് വർക്കിംഗ്, കൃത്യനിഷ്ഠ എല്ലാം കൊണ്ട്. ഞാനൊരു ഗാനരചയിതാവ് മാത്രമല്ല, സംവിധായകനും നിർമ്മാതാവും കൂടെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സംവിധാനം ചെയ്ത പടത്തിൽ ഞാൻ നിർമ്മിച്ച പടങ്ങളിലൊക്കെ അവർ പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവരുടെ ഈ നന്മ അങ്ങേയറ്റം ഞാൻ ഇഷ്ടപ്പെട്ടതാണ്. നന്മ ചെയ്യുന്നവർക്ക് നന്മ വരും എന്നുള്ളത് ഏറ്റവും ശുദ്ധ അസംബന്ധമാണെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത്. നന്മ ചെയ്തവർക്ക് മിക്കവാറും തിന്മയെ കിട്ടുള്ളൂ, തിന്മ ചെയ്തവർക്ക് നന്മയും കിട്ടും. കാരണം ജാനകിയമ്മ, എൻ്റെ ജീവിതവും ജാനകിയമ്മയുടെ ജീവിതത്തിലുമാണ്. എനിക്ക് ഒരു മകനുണ്ടായിരുന്നു, അവൻ പോയി. ജാനകിയമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു, അടുത്ത കുറേ മാസം അയാളും പോയി. അപ്പം അങ്ങനെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മകൻ നഷ്ടപ്പെടുന്നതും അച്ഛൻ ജീവിച്ചപ്പോൾ മകൻ നഷ്ടപ്പെടുന്നതും ഏറ്റവും വലിയ ദുഃഖമാണ്. അപ്പോൾ ഇത് ഈ ശ്രീകുമാരൻ തമ്പി ജാനകിയെ